കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായ താംബൂല സമർപ്പണത്തെക്കുറിച്ചാണ്. വെറ്റിലയും അടയ്ക്കയും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനാണ് താംബൂല സമർപ്പണം എന്ന് പറയുന്നത്. വെറ്റിലയും അടയ്ക്കയും എത്ര ദിവസം സമർപ്പിക്കണം, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, എല്ലാ ദിവസവും നേരിട്ട് വന്ന് സമർപ്പിക്കണമോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായി കാണുക. ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജ കഴിഞ്ഞ സമയത്താണ് വെറ്റില, അടയ്ക്ക, അപ്പം, അട എന്നീ നേദ്യങ്ങൾ നടത്തുന്നത്. ആ സമയത്താണ് താംബൂല സമർപ്പണമായ വെറ്റിലയും അടയ്ക്കയും സമർപ്പിക്കേണ്ടത്. വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി നടത്തുന്ന വഴിപാടാണ് താംബൂല സമർപ്പണം. 41 ദിവസമാണ് ഈ വഴിപാട് നടത്തേണ്ടത്. ദൂരെയുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ വിഷമിക്കുന്നുണ്ടോ? എൻ്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, 41 ദിവസം ഞാൻ എങ്ങനെയാണ് അവിടെ വന്ന് ഈ വഴിപാട് സമർപ്പിക്കുക എന്നോർത്ത്? എന്നാൽ വിഷമിക്കണ്ടാട്ടോ. 41 ദിവസത്തേക്ക് ഒന്നിച്ച് ഈ വഴിപാട് ചീട്ടാക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം അത്താഴപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് ഈ വഴിപാട് ചെയ്യുന്ന ആൾ ഭഗവാന്റെ ദർശനം നടത്തുന്നത് അത്യുത്തമമാണെന്ന് പറയുന്നു. പിന്നെ അതിന് പറ്റാത്തവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 41 ദിവസത്തെ വഴിപാട് ചീട്ടാക്കിയ ശേഷം ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കരുത്. ഒരു 10 ദിവസമെങ്കിലും വ്രതം നോക്കുക. വീടിൻ്റെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോകുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ആ സമയം വീട്ടിലുള്ള എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ ഒരു കോയിൻ കൊണ്ടുപോയി അവിടെ കാണിക്കയിടുക. ദൂരെയുള്ളവർക്ക് എല്ലാ ദിവസവും ഗുരുവായൂരിൽ വന്ന് തൊഴാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഞാൻ താംബൂല സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, എൻ്റെ കുടുംബത്തെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരണേ. നിങ്ങൾ ഒരു വിവാഹം നടക്കാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അത് അവിടെ പ്രാർത്ഥിക്കുക. നിത്യവും വിളക്ക് വെച്ച് നാമം ജപിക്കുക. ഞാൻ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞ കാര്യം നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ 41ാമത്തെ ദിവസം ആ നടയിലെത്തി അത്താഴപൂജ തൊഴുത് ഭഗവാന്റെ അടുക്കൽ നമ്മളുടെ ആ സാമീപ്യം അറിയിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി അഥവാ രാത്രി വരെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ തൊഴുതു പോരുക. ഇനി നിങ്ങളുടെ സംശയം, ഈ വഴിപാട് നടത്തേണ്ട ആൾ തന്നെ വരണോ? ആൾ നാട്ടിലില്ല, അതുകൊണ്ട് അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലുമോ വന്നാൽ മതിയോ എന്നല്ലേ? ആവാം. ഈ വഴിപാട് നടത്തുന്ന ആൾക്ക് വരാൻ പറ്റില്ല എങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടപ്പെട്ടവർക്കോ ആർക്ക് വേണമെങ്കിലും വന്ന് ഈ വഴിപാട് നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഈ വഴിപാടിന് എത്ര രൂപയാണ്? താംബൂല സമർപ്പണം വഴിപാടിന് 2 രൂപയാണ്. ഒരു മാസത്തേക്ക് ഒന്നിച്ച് വഴിപാട് എഴുതിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഈ വഴിപാടിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 41 ദിവസം കൊണ്ട് പൊന്നു ഗുരുവായൂരപ്പൻ ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്തിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏത് ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാട് നടത്തിയാലും ആ വഴിപാട് അവിടെ കൊടുത്തിട്ടുണ്ട്
ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തുകൊള്ളും എന്ന ചിന്തയിലിരിക്കരുത്. 1000 വഴിപാടിനേക്കാൾ പ്രാധാന്യമുണ്ട് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക്. എന്തു തന്നെ ഭവിക്കലുമൊക്കെയും എൻ്റെ കണ്ണൻ തരുന്ന പ്രസാദമായി ഏറിയ മോതാൽ ഏറ്റുകൊണ്ടിടുവാൻ ഏകണം വരം കൃഷ്ണ എനിക്കു നീ. വഴിപാടുകൾ എല്ലാം നടത്തിയ ശേഷം ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരികയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ പ്രധാനപ്പെട്ട വഴിപാടിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവും നിങ്ങൾക്ക് നടത്തിയവർ ഈ വഴിപാടിൻ്റെ അനുഭവവും കമൻ്റായി ഇടണേ. കൃഷ്ണഗീതി ചാനലിലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സർവം കൃഷ്ണാർപ്പണമസ്തു.